ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അനന്ത പത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിൽ നമ്മളോടൊപ്പമുള്ള എല്ലാ ഭക്തന്മാർക്കും, പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ശ്രീമദ് ഭാഗവതം നമ്മൾ സീരീസ് ആയിട്ട്, അതായത് വേഴ്സ് ബൈ വേഴ്സ് ശ്ലോകങ്ങൾ ഓരോന്നും ഡിസ്കസ് ചെയ്തു പോയി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒന്നാമത്തെ ക്യാൻഡോ, മൂന്നാമത്തെ അധ്യായം, ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അതിൻ്റെ 17ാമത്തെ ശ്ലോകമാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ 6ാമത്തെ മുതൽ 27ാമത്തെ വരെയുള്ള ശ്ലോകങ്ങളിൽ 22 അവതാരങ്ങളെക്കുറിച്ച് സൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിലെ ഋഷിമാർക്ക് വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ കണ്ടു 4 കുമാരന്മാർ, സനത് കുമാരന്മാരെ കുറിച്ച്, വരാഹമൂർത്തിയെക്കുറിച്ച്, നരനാരായണ ഋഷിമാരെ കുറിച്ച്, നാരദ മഹർഷിയെക്കുറിച്ച്, ദത്താത്രേയൻ, അതായത് അത്രി അനസൂയ ദമ്പതിമാരുടെ മകനായി ഭഗവാൻ ദത്താത്രേയനായിട്ട് വന്നത്, ദേവഹൂതി മാതാവിൻ്റെയും കപിലമുനിയുടെയും മകനായിട്ട് കർദമ മുനിയുടെ മകനായിട്ട് കപില ദേവനായി വന്നത്, സ്വയംഭുവ മനുവിൻ്റെ ഡെനാസ്റ്റിയിൽ ദക്ഷിണ എന്ന പത്നിയെ സ്വീകരിച്ച് യജ്ഞദേവനായിട്ട് വന്നത്, പിന്നെ ഋഷഭദേവനെ കുറിച്ച്, ഇവരെക്കുറിച്ചെല്ലാം പൃഥു മഹാരാജാവ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മത്സ്യാവതാരത്തെക്കുറിച്ച് പറഞ്ഞു, കൂർമ്മ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ 16ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇനിയും നമ്മൾ ഏകദേശം 11 അവതാരങ്ങളെക്കുറിച്ച്, ഈ അവതാരങ്ങൾ വന്നിട്ട് ക്രമത്തിലല്ല, അതായത് അവതാരങ്ങൾ ഉണ്ടാകുന്ന ക്രമത്തിലല്ല ഡിസ്കസ് ചെയ്യുന്നത്. സൂത ഗോസ്വാമി പലതരത്തിലുള്ള ലീലാവതാരങ്ങൾ, മന്വന്തര അവതാരങ്ങൾ, ശക്തി ആവേശ അവതാരങ്ങൾ, ഗുണ അവതാരങ്ങൾ, പുരുഷ അവതാരങ്ങൾ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തത് പലതിൻ്റെയും പല അവതാരങ്ങളുടെയും ഉദാഹരണങ്ങൾ സൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിലെ ഋഷിമാരോട് പറയുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് ഏറെ അവതാരങ്ങളെക്കുറിച്ച് സൂത ഗോസ്വാമി ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇവിടെ വളരെ സംക്ഷിപ്തമായിട്ടാണ് അദ്ദേഹം ആ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശ്രീമദ് ഭാഗവതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ അവതാരങ്ങളെക്കുറിച്ച് വിശദമായിട്ട്, ഈ പറയുന്ന ഓരോ അവതാരങ്ങളെക്കുറിച്ചും ഓരോരോ ചാപ്റ്ററിലും നിങ്ങൾ വിശദമായിട്ട് കേൾക്കും. അതുകൊണ്ടാണ് സൂത ഗോസ്വാമി ഇവിടെ വളരെ ചെറുതായിട്ട് സംക്ഷിപ്തമായിട്ട്, കാരണം സൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിലെ ഋഷിമാർ ചോദിച്ച ആ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സംക്ഷിപ്തമായിട്ട് പറയുകയാണ്. ഭഗവാന്റെ ഗുണാവതാരങ്ങൾ, പുരുഷാവതാരങ്ങൾ ഏതൊക്കെ, ലീലാവതാരങ്ങൾ ഏതൊക്കെ എന്ന് പറയുന്നതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് അത് ഒരുപാട് വിവരിച്ച് പറഞ്ഞാൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആയി പോകും. പക്ഷെ അതിനുശേഷം ഒന്നാമത്തെ ക്യാൻഡോയ്ക്ക് ശേഷം വരുന്ന ആ 12 ക്യാൻഡോസിൽ പലതിലും ഈ പ്രകാരം അവതാരങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവരുടെ പാസ്റ്റ് ടൈംസ് ഒക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഗുരുവിൻ്റെയും പ്രഭുപാദിൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനാ തീര വനചാരി, യമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓക്കെ, അപ്പം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധം 3-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകത്തിലാണ് എത്തി നിൽക്കുന്നത്. ആ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായയത് സുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രിയാ. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായയത് സുരാൻ അന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രിയഃ. എന്താണ് ധാന്വന്തരം? ധന്വന്തരി മൂർത്തി ആരാണ്? ദ്വാദശമം 11-ാമത് സൂത ഗോസ്വാമി പറയുന്നത്. ദ്വാദശ, ഏകാദശി ദ്വാദശി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ദ്വാദശമം എന്ന് പറഞ്ഞാൽ 11-ാമത്തേത് എന്നാണ്, 12-ാമത്തേത് എന്നാണ് അർത്ഥം. ത്രയോദശമം, ത്രി എന്ന് പറഞ്ഞാൽ 3, ത്രയോദശമം എന്ന് പറഞ്ഞാൽ 13. 13-ാമത്തേത് ആരാണ്? അപായയത് സുരാൻ അന്യാൻ മോഹിന്യാ, മോഹിനി മൂർത്തിയെ കുറിച്ചാണ് പറയുന്നത്. മോഹയൻ സ്ത്രീയഃ, സ്ത്രീ രൂപത്തിൽ വന്ന് എല്ലാ വശ്യമനോഹാരിതയോടും കൂടി എല്ലാവരെയും മോഹിപ്പിച്ച് എന്തിനാണ് മോഹിനിമൂർത്തി അവതരിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ 12-ാം അവതാരത്തിൽ ഭഗവാൻ ധന്വന്തരിയായി പ്രത്യക്ഷപ്പെടുകയും 13-ാമത്തെ അവതാരത്തിൽ ഒരു സ്ത്രീയുടെ വശ്യമനോഹാരിതയോടെ നാസ്തികരെ പ്രലോഭിപ്പിക്കുകയും അമൃതം ദേവന്മാർക്ക് പാനം ചെയ്യാൻ നൽകുകയും ചെയ്തു. സമുദ്രമന്ഥന ലീലയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. മോഹിനിമൂർത്തിയുടെ അവതാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മോഹിനിമൂർത്തിയുടെ രൂപത്തെയൊക്കെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് മോഹിനിമൂർത്തിയായിട്ട് അവതരിക്കുമ്പോൾ മോഹത്തിൽ അകപ്പെടാത്തവനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സ്വയം പരമശിവൻ പോലും ഭഗവാന്റെ മോഹിനി രൂപത്തിൽ ആകൃഷ്ടനായി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ അതും കാണാം. അടുത്ത ശ്ലോകം ചതുർദശം നാരസിംഹം ബിഭ്രത് ദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈരൂരാവ് ഏരകാം കടകൃത് യഥാ. ചതുർദശം നാരസിംഹം ബിഭ്രത് ദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈരൂരാവ് ഏരകാം കടകൃത് യഥാ. എന്താണ് ഇവിടെ പറയുന്നത്? ചതുർദശം, 14-ാമത്തെ അവതാരത്തിൻ്റെ പേര് പറയുന്നു. ആരാണ്? നാരസിംഹം. വളരെയേറെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നരസിംഹമൂർത്തിയെക്കുറിച്ച്. ആരുമേ ഇല്ല കേൾക്കാത്തതായിട്ട്. എന്താണ്?
സ്വന്തം ഭക്തന്റെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് നരസിംഹമൂർത്തി ഇതുവരെ കണ്ടിട്ടേയില്ലാത്ത, ഈ പ്രപഞ്ചത്തിലൊന്നും ഇതുവരെ കണ്ടിട്ടേയില്ലാത്ത രൂപത്തില് ആരവതരിച്ചു? നരസിംഹമൂർത്തി അവതരിച്ചു. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനാ അദൃശ്യതത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. 7ാമത്തെ ക്യാൻറ്റോയില് ആരുടെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ടാണ്? ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് വരം കൊടുത്തു, ഇന്ന ആളെ കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ജീവജാലങ്ങളെ കൊണ്ട് ഇന്ന ആയുധം കൊണ്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇതൊന്നും നിനക്ക് എന്തുണ്ടാവുകയില്ല, മരണം ഉണ്ടാവുകയില്ല. പക്ഷേ ആ ബ്രഹ്മദേവന്റെ വാക്കുകളെ സത്യമാക്കണം. പിന്നെ നാരദർ വന്നിട്ട് പറഞ്ഞു, എന്താണ്? പ്രഹ്ലാദൻ എന്ന് പറയുന്നത് എന്താണ്? ഭക്തശിരോമണിയാണ്, അതിബലവാനാണ്. ഹിരണ്യകശിപുവിനെ കൊണ്ട് പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രഹ്ലാദനെ എപ്പോഴാണോ ഹിരണ്യകശിപു ദ്രോഹിക്കാൻ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതുവരെ ഭഗവാൻ വന്നിട്ട് എല്ലാം ക്ഷമിച്ചു. അവസാനം തൻ്റെ ഭക്തനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, തൻ്റെ ഭക്തന്റെ വാക്കുകൾ സത്യമാക്കാൻ വേണ്ടി ഈ സ്തംഭത്തിലുണ്ടോ എന്ന് ഹിരണ്യകശിപു ചോദിക്കുന്നു പ്രഹ്ലാദനോട്. ഈ സ്തംഭത്തിലുണ്ടോ, ഈ സ്തംഭത്തിലുണ്ടോ എന്ന്. അവിടെ കാണുന്ന ഏതൊരു സ്തംഭത്തിനെയും ചൂണ്ടിക്കാട്ടി ആർക്ക് ചോദിക്കാമായിരുന്നു? ഹിരണ്യകശിപുവിന് ചോദിക്കാമായിരുന്നു. ഒരു പ്രത്യേക സ്തംഭത്തിലല്ല ഭഗവാൻ വന്നിരുന്നത്. ഹിരണ്യകശിപു നോക്കുന്നതിന് മുന്നേ തന്നെ പ്രഹ്ലാദന് ഭഗവാൻ എല്ലാ സ്തംഭത്തിനകത്തും വന്നിട്ട് ദർശനം അരുളിയിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ വന്നിട്ട് എല്ലാ സ്തംഭത്തിന്റെ അകത്തും ഭഗവാൻ ഉണ്ടെന്ന് അത്ര തീർച്ചയോടുകൂടി പറഞ്ഞത്. അപ്പോൾ ഹിരണ്യകശിപു ചോദിച്ചു, എവിടെയാണ് നിന്റെ ഹരി ഉള്ളത്? ഈ സ്തംഭത്തിലുണ്ടോ, ഈ സ്തംഭത്തിലുണ്ടോ എന്ന് എല്ലാ സ്തംഭത്തിനെയും ചൂണ്ടിക്കാട്ടി പറയുന്നു. എന്നിട്ട് ഒരു പർട്ടിക്കുലർ സ്തംഭത്തിനെ പോയിട്ട് തന്റെ മുഷ്ടി ചുരുട്ടി ഒറ്റ ഇടി ഇടിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഭയങ്കര ഇടിമുഴക്കത്തോടുകൂടി ഇതുവരെ അത്ഭുതകരമായിട്ടുള്ള, ആരും പ്രപഞ്ചത്തിൽ കാണാത്ത ഒരു രൂപമെടുത്ത് ആര് വന്നു? നരസിംഹമൂർത്തി വന്നു. നരസിംഹമൂർത്തിയുടെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? തവ കരകമലവരേ നഖാ അദ്ഭുത ശൃംഗാ ദലിതാ ഹിരണ്യകശിപു തനുഭൃംഗാ കേശവധൃതാ നരഹരിരൂപാ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. ഭഗവാന്റെ നഖങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കരകമലം എന്നാണ്. കരകമലം എന്ന് പറഞ്ഞാൽ എന്താണ്? കമലം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, മൃദുവായിട്ടുള്ള താമരപ്പൂവുകളാണ് കരകമലം. പക്ഷേ തവ കര കമല വരെ നഖ അദ്ഭുത ശൃംഗ, അതായത് ആ നഖങ്ങൾ പ്രഹ്ലാദ മഹാരാജാവിന്റെ ശിരസിൽ തന്റെ കൈ പതിക്കുമ്പോൾ ഭഗവാന്റെ കൈകൾ എന്ന് പറയുന്നത് കമലം പോലെ സോഫ്റ്റാണ്. ഭക്തന് കമലം പോലെ സോഫ്റ്റാണ്. പക്ഷേ എത്തിസ്റ്റുകൾക്കാരാണ് അദ്ദേഹം എന്ന് പറയുന്നത് നഖ അദ്ഭുത ശൃംഗ, വളരെയധികം ഉന്നതമായ പർവ്വത ശിഖരം പോലെ കൂർത്തുമൂർത്ത നഖങ്ങളാണ് ആരുടേത്? നരസിംഹമൂർത്തിയുടേത്. കര കമലവരെ നഖ അത്ഭുത ശൃംഗ. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടാണ് അവിടെ ജയദേവ ഗോസ്വാമി ആ ശ്ലോകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് അത് തന്നെ, എന്താണ് പ്രളയ പയോധി ജല എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകത്തിൽ അവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന 10 അവതാരങ്ങളെ കുറിച്ച് ദശാവതാര സ്തോത്രത്തിൽ വർണ്ണിക്കുന്നത് കോൺട്രവേഴ്സ്യലാണ്. കരകമലം എന്ന് പറയുകയും ചെയ്യും, അദ്ഭുത ശൃംഗ എന്ന് പറയുകയും ചെയ്യും. എന്തിനാണ്? 2 പേർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിഫറെന്റ് കോൺട്രാസ്റ്റ് വരുന്നത്. ഒന്ന്, നരസിംഹമൂർത്തി വന്നിരിക്കുന്നത് പ്രഹ്ലാദനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ കരങ്ങൾ, അതായത് നരസിംഹമൂർത്തിയുടെ കരങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം ശിരസിൽ വെക്കുമ്പോൾ താമരപ്പൂ പോലെയാണ്. പക്ഷെ ഹിരണ്യകശിപുവിനെ സ്വന്തം മടിയിൽ എടുത്തു വെച്ചിട്ട് ഈ കൂർത്ത നഖങ്ങൾ കൊണ്ട്, നോക്കൂ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്, ദൃഢശരീരത്തെ ദാരുകർമ്മൻ, അതായത് കൊത്തുപണി ചെയ്യുന്ന ആള്, ഈ ഈറ പിളർക്കുന്ന ലാഘവത്തോടെ, വളരെ തിന്നായിട്ടുള്ള ഒരു തടി ഒടിക്കുന്ന ലാഘവത്തോടെ എന്ത് ചെയ്യുന്നു? തൻ്റെ കൂർത്ത നഖങ്ങളായിട്ട് 2ആയിട്ട് പിളർക്കുന്നു. അതാണ് ഭഗവാൻ. യേ യഥാ മാം പ്രപദ്യന്തെ താം തദൈവ ഭജാമി അഹം.
എങ്ങനെയാണോ നിങ്ങൾ എന്നെ എന്താണ് ആരാധിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഏ യഥാമാം പ്രപത്യന്തേ താം തഥൈവ ഭജാമി അഹം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് നരസിംഹമൂർത്തി വന്നത് എന്നാര് പറയുന്നു? സൂത ഗോസ്വാമി പറയുന്നു. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 19ാമത്തെ ശ്ലോകം. പഞ്ചദശം വാമനകം കൃത്വാഗാദ് അധ്വരം ബലേ പദത്രയം യാചമാന പ്രത്യാദിത്സുസ്ത്രിപിഷ്ടപം. പഞ്ചദശം വാമനകം കൃത്വാഗാദ് അധ്വരം ബലേ പദത്രയം യാചമാന പ്രത്യാദിത്സുസ്ത്രിപിഷ്ടപം. എന്താണിത്? പഞ്ചദശം 15ാമത്തെ അവതാരത്തെക്കുറിച്ച് സൂത ഗോസ്വാമി പറയുന്നു. ആരാണത്? വാമനകം, ഉരുക്രമ, ത്രിവിക്രമ അല്ലെങ്കിൽ വാമന എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ വാമനമൂർത്തി അവതാരത്തെക്കുറിച്ച്. നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് അത്തം തുടങ്ങുകയാണ്. ഓണത്തിന് നമ്മളുടെ കേരളത്തിൽ മാത്രമല്ല മഹാബലി ചക്രവർത്തിയെ കുറിച്ച് ഇവിടെ നമ്മൾ ഭാഗവതത്തിൽ കേൾക്കും. അദ്ദേഹം കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തി അല്ല. അത് വന്നിട്ട് നമ്മൾ പഴമൊഴി വന്ന് വായ്മൊഴി വന്ന് പറഞ്ഞു വന്ന കഥയാണ്. ആക്ച്വലി പുരാണത്തിനകത്തുള്ളത് പ്രപഞ്ചത്തിലെ വളരെ ശക്തിമാനായിരുന്ന ഒരു ചക്രവർത്തിയെ കുറിച്ച് പറയുമ്പോഴാണ് ബലി മഹാരാജാവിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ പ്രഹ്ലാദ മഹാരാജാവിന്റെ ചെറുമകനായിട്ട് വരും. പ്രഹ്ലാദ മഹാരാജാവിൻ്റെ മകനായ വിരോചനന്റെ മകനായ ബലി, അദ്ദേഹം വന്നിട്ട് വളരെ വലിയ ഒരു യാഗം നടത്തുമ്പോൾ ആ യാഗത്തിലേക്ക് ഭഗവാൻ വന്നിട്ട് ഒരു ചെറിയ കുട്ടിയായ ബ്രാഹ്മണനായിട്ട് വരും. 15ാം അവതാരത്തിൽ ഭഗവാൻ ഒരു കുള്ള ബ്രാഹ്മണ രൂപം വാമന സ്വീകരിക്കുകയും ബലി മഹാരാജാവിനാൽ സജ്ജീകരിക്കപ്പെട്ട യാഗവേദി സന്ദർശിക്കുകയും ചെയ്തു. ഭഗവാന്റെ മനസ്സിൽ ത്രിലോകങ്ങളും പുനരാർജിക്കുക എന്ന ഇച്ഛയുണ്ടായെങ്കിലും അദ്ദേഹം 3 അടി മണ്ണ് മാത്രം ദാനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്താണ്? ഓൾദോ അറ്റ് ഹാർട്ട് he was willing to regain the kingdom of the 3 planetary systems, he simply asked for a donation of 3 steps of land. അതെ, എന്തിനാണ് വന്നത്? ബലി മഹാരാജാവ് എന്ന് പറയുന്നത് ഒരു അസുര ചക്രവർത്തി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ധർമ്മത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ശുക്രാചാര്യർ അദ്ദേഹത്തിൻ്റെ ഗുരു. അദ്ദേഹം ഈ വാമനമൂർത്തി വരുമ്പോൾ ബലി മഹാരാജാവിനോട് പറയുന്നു, എന്താണ് ഇത്? വിഷ്ണുവാണ്, നിന്റെ സർവ്വതിനെയും ഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹരി വരുന്നത് എന്ന് പറയുന്നു. പക്ഷേ ബലി മഹാരാജാവ് ഒന്ന് ചിന്തിക്കുന്നു, ഒരു വേള ചിന്തിക്കുന്നു. എന്താണ് ചിന്തിക്കുന്നത്? ആക്ച്വലി ഗുരു എന്ന് പറയുന്നത് ഭഗവാനെ കാണിച്ചു തരേണ്ട ആളാണ്, അല്ലെങ്കിൽ ഭഗവാനെ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കേണ്ട ആളാണ്. ധർമ്മത്തിനനുസരിച്ച് അങ്ങനെയാണ് ഗുരു പഠിപ്പിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ സ്വയം ഭഗവാൻ വന്നിട്ട് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യരുത് എന്ന് പറയുന്ന ഗുരു, അത് ഇനി ഗുരുവായിരിക്കാൻ വേണ്ടിയിട്ട് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബലി മഹാരാജാവ് ഗുരുവിനെ തിരസ്കരിക്കുന്നു. എങ്ങനെയുള്ള ഗുരുവിനെ തിരസ്കരിക്കുന്നു? ഭഗവാനെ സറണ്ടർ ചെയ്യരുത് എന്ന് പറയുന്ന ഗുരുവിനെ തിരസ്കരിക്കുന്നു. ശുക്രാചാര്യർ വന്നിട്ട് ഈ ഓപ്പുലൻസ് എല്ലാം, അതായത് ഈ ഐശ്വര്യം എല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നത് ബലി മഹാരാജാവിന്റെ ഐശ്വര്യത്തില്, അതായത് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു കൊണ്ടാണ്. പക്ഷേ ഇനി അഥവാ അത് വിഷ്ണു ആണെങ്കിൽ, സർവ്വതും ഹരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ബലി എന്തായി മാറും? കൃപണനായിട്ട് മാറും, അല്ലെങ്കിൽ യാചകനായിട്ട് മാറും. അപ്പോൾ പിന്നെ തൻ്റെ ഓപ്പുലൻസ് അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ദൈനംദിന കർമ്മങ്ങൾ എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിട്ടാവാം ശുക്രാചാര്യർ എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തോട് ഇത് വിഷ്ണുവാണ്, നീ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ബലി മഹാരാജാവ് എന്ത് ചെയ്തു? സ്വന്തം ഗുരു അങ്ങനെ പറഞ്ഞിട്ടും ഗുരുവിൻ്റെ വാക്കുകൾ ശാസ്ത്രത്തിനനുസരിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് തട്ടിച്ചു നോക്കിയാര്? ബലി മഹാരാജാവ്. എന്നിട്ട് ബലി മഹാരാജാവ് എന്ത് ചെയ്തു? ബലി മഹാരാജാവ് പറഞ്ഞു, അഥവാ ഇത് ഭഗവാനാണെങ്കിൽ തന്നെ ഞാൻ അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യേണ്ടവനാണ്. കാരണം ബലി ഒരു ഭക്തനാണ്, അസുരനാണെങ്കിലും ഒരു ഭക്തനാണ്. പ്രഹ്ലാദ മഹാരാജാവിന്റെ
പരമ്പരയിൽ വരുന്ന ഒരു വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് ബലി മഹാരാജാവ്. 3 ലോകങ്ങളും വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ അങ്ങനെ ബലി മഹാരാജാവ് വാമനമൂർത്തിയോട് ചോദിക്കുന്നു, എന്താണ് അങ്ങേക്ക് വേണ്ടത്, അങ്ങേക്ക് എന്താണ് വേണ്ടത്? ഈ പലതും ചോദിക്കുന്നു. അങ്ങേക്ക് ധനം വേണോ, സുന്ദരിമാരായ കന്യകമാരെ വേണമോ, പിന്നെ എന്താണ് രഥം വേണമോ, സ്വർണം വേണമോ, അത് വേണമോ, ഇത് വേണമോ? കാരണം ബലി മഹാരാജാവിന് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണ് ഈ പ്രപഞ്ചങ്ങൾ മുഴുവനും ഉള്ളത് എന്ന്, എന്ത് വേണമെങ്കിലും എനിക്ക് ദാനം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഭഗവാൻ എന്ത് പറയുന്നു? 3 അടി മണ്ണ് മാത്രം മതിയെന്ന് പറയുന്നു. എന്നിട്ട് ബലി മഹാരാജാവ് ഭഗവാനോട് പറയുന്നു, അങ്ങ് ബാലനാണ്, ബുദ്ധി ഇല്ലാത്ത ബാലനാണെന്ന് പറയുന്നു. അപ്പോൾ ബലി മഹാരാജാവിനോട് ഭഗവാൻ പറയുന്നു, ഒരു ബ്രാഹ്മണൻ വന്നിട്ട് തനിക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തനാകുന്നില്ലെങ്കിൽ എത്ര കിട്ടിയാലും അയാൾക്ക് തൃപ്തി വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ച 3 അടി മണ്ണ് മാത്രം നീ തന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ബലി മഹാരാജാവ് അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? കമണ്ഡലുവിൽ നിന്നും ജലം വന്നിട്ട് ആചമനം ചെയ്യുന്നു. ആ വാക്കുറപ്പിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും വന്നിട്ട് ഭഗവാൻ വന്നിട്ട് എന്തായി മാറുന്നു? ത്രിവിക്രമൻ, ഒരു ക്രമ, അതായത് അത്ഭുത കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവൻ. എന്താണ്? അദ്ദേഹം വന്നിട്ട് തൻ്റെ ആ വളരെ മനോഹരമായിട്ടുള്ള ത്രിവിക്രമ രൂപം പ്രദർശിപ്പിക്കുന്നു. എന്നിട്ട് 1 അടി കൊണ്ട് തന്നെ 2 അടി കൊണ്ട് തന്നെ ബലി മഹാരാജാവിൻ്റെ കൺട്രോളിലുണ്ടായിരുന്ന 3 ലോകങ്ങളെയും വന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വന്തമാക്കി മാറ്റുന്നു. അതായത് അദ്ദേഹം അളന്നെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ പാദം വന്നിട്ട് പാദത്തിന്റെ നഖം വന്നിട്ട് ആ ആധ്യാത്മിക ഭൗതിക ഗ്രഹങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ആധ്യാത്മിക വ്യോമത്തെ വന്നിട്ട് ചെറുതായിട്ട് ഒന്ന് കീറുകയും അതിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട് എന്താണ് ആധ്യാത്മിക ലോകങ്ങളിൽ നിന്നും വരുന്ന ആ ഒരു ജലം വന്നിട്ട് ഭൂമിയല്ല വന്നിട്ട് ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വരികയും ചെയ്യുന്നു. അത് ഗംഗയായി പരിണമിക്കുന്നു എന്നിവിടെ പറയുന്നു. സ്വർഗലോകങ്ങളിലേക്ക് ആ ഗംഗയെ വന്നിട്ട് ബ്രഹ്മദേവൻ തൻ്റെ കമണ്ഡലുവിൽ സ്വീകരിക്കുന്നു. നൂപുര ഗംഗ എന്ന് പറയും. സ്വർഗലോകങ്ങളിൽ മന്ദാകിനി ഗംഗ എന്നറിയപ്പെടും, ഭൂമിയിൽ ഭാഗീരഥി എന്നറിയപ്പെടും. പാതാള ലോകങ്ങളിൽ പോകുമ്പോൾ ഭഗീരഥൻ വന്നിട്ട് ആ ഗംഗയെയാണ് ഭൂമിയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നും പാതാള ലോകങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ഗംഗ എന്നറിയപ്പെടും? ഭോഗവതി ഗംഗ എന്നറിയപ്പെടും. അങ്ങനെ ഭഗവാന്റെ പദനഖനീര ജനിത ജനപാവന പ്രളയപയോധി ജലെ ആ ശ്ലോകങ്ങളിൽ പറയുന്നു. വാമനമൂർത്തിയെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവസാനം ബലിയോട് ചോദിക്കുന്നു, എൻ്റെ വാക്കിനനുസരിച്ച് 3ാമത്തെ പാദം ഞാൻ എവിടെ വെക്കണമെന്ന്. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബലി പറയുന്നു, എൻ്റെ ശിരസിലാണ് അങ്ങയുടെ പാദം. കാരണം ബലിക്കറിയാം വളരെ അപ്രാപ്യമാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവരും വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളെ അഭയം പ്രാപിക്കാൻ വേണ്ടി കാത്ത് ഒരുപാട് തപശ്ചര്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ സ്വയം ഭഗവാൻ വന്നിട്ട് ഈ പാദം എവിടെ വെക്കണം എന്ന് ചോദിക്കുമ്പോൾ ബലി എന്ത് ചെയ്യും? അത്രയും വലിയ ഭക്തനായ പരിശുദ്ധ ഭക്തനായ ബലിയെ എന്ത് ചെയ്യുകയാണ് ഭഗവാൻ? നമ്മളെല്ലാവരും ഓണത്തിന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന്. ബലി മഹാരാജാവിനെ എവിടേക്കാണ് കൊണ്ടുവിട്ടത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സുതലം, അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറയുന്ന ഈ നെഫേറിയ പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയേക്കാൾ വന്നിട്ട് ഐശ്വര്യപ്രദമായിട്ടുള്ള ഗ്രഹങ്ങളാണ് എന്നാണ് അവിടെ വിവരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ഒരുപാട് ഐശ്വര്യങ്ങളുള്ള ബലി മഹാരാജാവിന് നഷ്ടപ്പെട്ടതിനേക്കാൾ വന്നിട്ട് എന്താണ്? സുതലത്തിലെ ഐശ്വര്യമാണ്. അത് മാത്രമല്ല, ബലി മഹാരാജാവിന് സദാ വന്നിട്ട് ഭഗവാനെ കാണണമെന്നും ബലി മഹാരാജാവ് അഭ്യർത്ഥിക്കുന്നു. അതിനനുസരിച്ച് സ്വയം വാമനമൂർത്തി എവിടെ പോയി നിൽക്കുന്നു? അദ്ദേഹത്തിന്റെ ദ്വാരപാലകനായിട്ട്, അദ്ദേഹത്തിന്റെ ഗേറ്റ് കീപ്പറായിട്ട് എവിടെ വന്ന് നിൽക്കുന്നു? സുതലത്തിൽ നിൽക്കുന്നു. ഇതിനപ്പുറം ഒരു ഭക്തന് എന്താണ് ആഗ്രഹിക്കാനുള്ളത്? ഇന്ദ്രന്റെ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ബലി മഹാരാജാവ് ഈ യാഗം ചെയ്യുന്നത്. ഈ ഒരു പ്ലാനറ്ററി സിസ്റ്റത്തില്, സുതലത്തില് ഈ പ്രളയത്തിന്റെ ആ ഒരു സമയം വരെ വസിച്ചതിന് ശേഷം അടുത്ത ഇന്ദ്രനായിട്ട് ബലി മഹാരാജാവ് വീണ്ടും അവരോധിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ ആർക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? ശുക്രാചാര്യർ പറഞ്ഞതുപോലെ എല്ലാം ഹരിച്ചുകൊണ്ട് പോയി എന്ന് തോന്നുന്നു താൽക്കാലികമായിട്ട്. എങ്കിലും ബലി മഹാരാജാവിന് സുതലം എന്ന് പറയുന്ന പ്ലാനറ്ററി സിസ്റ്റത്തില് എന്താണ് ചക്രവർത്തിയായി കഴിയാനുള്ള, അവിടെ ഓപ്പുലൻസിന് ഒരു കുറവുമില്ല.
അദ്ദേഹം ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പുലൻസിലാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അത് മാത്രമല്ല, അദ്ദേഹം വന്നിട്ട് സ്ഥിരം ഭഗവാനെ വാമന രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. വാമനമൂർത്തിയാണ് അദ്ദേഹത്തിന്റെ ദ്വാരപാലകൻ. അതിനും ശേഷം, പ്രളയത്തിന് ശേഷം, ഈ ഒരു മന്വന്തരത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം അടുത്ത ഇന്ദ്രനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മൾ പുരാണത്തിൽ നിന്നും യഥാർത്ഥത്തിൽ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ, നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുകയുള്ളൂ. ഈ പ്രകാരം നമ്മൾ ഈ കേട്ടുകേൾവി അനുസരിച്ച് വാമനമൂർത്തി എന്ന് പറയുന്നത് ഒരു ചതിയനായും ഇന്ദ്രന് വേണ്ടിയിട്ട് വലിയ ചതിക്കുന്നവനായും ഒക്കെ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഇതുവരെ കേട്ടേക്കുന്നതും എല്ലാം എന്താണ്? വായ്മൊഴി മാത്രമാണ്. അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ഭാഗവതത്തിൽ നിന്നും വായിച്ചു മനസ്സിലാക്കണം. അപ്പൊ അതാണ് ഇവിടെ സൂത ഗോസ്വാമി പറയുന്നത്. എന്താണ്? 15ാം അവതാരത്തിൽ വാമനമൂർത്തിയെ കുറിച്ച് പറയുന്നു. അടുത്തത് 20ാമത്തെ ശ്ലോകം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വ കുപിതോ നിക്ഷത്രാം അകരോന്മഹിം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വ കുപിതോ നിക്ഷത്രം അകരോന്മഹിം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപൻ ത്രിസപ്തകൃത്വ കുപിതോ നിക്ഷത്രാം അകരോന്മഹിം. എന്താണ്? 16 16th ഷോഡശ 16ാമത്തെ അവതാരത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? പശ്യാൻ ബ്രഹ്മദ്രുഹ നൃപാൻ. നൃപ എന്ന് പറഞ്ഞാൽ രാജകീയ വർഗം, നൃപ അല്ലെങ്കിൽ രാജാക്കന്മാർ. എന്ത് ചെയ്തു രാജാക്കന്മാർ? ബ്രഹ്മദ്രുഹോ. ബ്രഹ്മദ്രുഹ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണന്മാരുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആര് പ്രവർത്തിച്ചു? രാജാക്കന്മാർ പ്രവർത്തിച്ചു. ശരി, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന ആ 4 ആശ്രമങ്ങളിൽ ഈ വർണ്ണങ്ങളിൽ ക്ഷത്രിയ വർഗം അല്ലെങ്കിൽ ക്ഷത്രിയ എന്ന് പറയുന്നത് പാഷൻ അല്ലെങ്കിൽ രജോ ഗുണം ഒരുപാട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവര് ഈ ഹൈ ക്ലാസ്, അതിനെക്കാട്ടിലും ഉയർന്ന ഈ ഞാൻ ഈ പറയുന്ന വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ടല്ല ജന്മം കൊണ്ടുള്ള വർണ്ണാശ്രമധർമ്മം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഇവിടെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കർമ്മം കൊണ്ടുള്ള വർണ്ണാശ്രമധർമ്മമാണ്. ഗുണവും കർമ്മവും കൊണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശഃ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരാണ് ബ്രാഹ്മണൻ? ശമോദമ ചപ്തപ ശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവച. ആ സ്വഭാവമുള്ള ആൾക്കാരെല്ലാം ബ്രാഹ്മണന്മാരാണ്. അവരെന്താണ് ചെയ്യുന്നത്? പഠനം, പാഠനം, യജനം, യാചനം, ഇതാണ് ചെയ്യുന്നത്. അതായത് അവർ വന്നിട്ട് ഈ വൈദിക സാഹിത്യങ്ങളെല്ലാം പഠിക്കുകയും അതിൻ്റെ എസെൻസ് മനസ്സിലാക്കുകയും ചെയ്യും. എന്നിട്ട് അവർ വന്നിട്ട് ഒന്നുകിൽ അവർ വന്നിട്ട് എന്തായി മാറും? ഈ രാജാക്കന്മാരുടെ ഗുരുക്കന്മാരായി മാറും. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഗൃഹസ്ഥന്മാർക്ക് ഈ നോളജ് പകർന്നു കൊടുക്കും. അതാണ് ബ്രാഹ്മണന്മാർ. അവർ ഒരിക്കലും വന്നിട്ട് ജോലി ചെയ്യുകയില്ല. അവർ ഈ പറയുന്ന ദക്ഷിണ അവർക്ക് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഈശ്വരന്റെ നിശ്ചയം. കിട്ടുന്നതിനനുസരിച്ച് അവർ അവരുടെ ജീവിതം മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഒരു കണക്കിൽ കൂടുതൽ അവർ ദക്ഷിണ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ദാനം ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ ബ്രാഹ്മണന്മാർ ജീവിക്കുന്നത്. പഠനം, പാഠനം, യജനം, യാചനം, അങ്ങനെ. അപ്പോൾ ഈ ബ്രാഹ്മണന്മാരുടെ ആ ധാർമ്മികമായിട്ടുള്ള അറിവ് വന്നിട്ട് അനുസരിച്ചാണ് ക്ഷത്രിയന്മാർ വന്നിട്ട് രാജ്യത്തെ പരിപാലിച്ചു പോകുന്നത്. ഏകാധിപത്യം ആണ് എങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം അല്ല ആ രാജാവ് രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എത്രയധികം നമ്മൾ മഹാഭാരതത്തിലും ഈ പ്രകാരം എല്ലാ രാജാക്കന്മാരും, നമ്മൾ ഈ ഭാഗവതത്തിൽ പറയുന്ന മിക്കവാറും എല്ലാ രാജാക്കന്മാരെയും എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വന്നിട്ട് ബ്രാഹ്മണന്മാരായ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരായിട്ടുള്ള അവരുടെ ഗുരുക്കന്മാരുടെ ആജ്ഞ അനുസരിച്ചിട്ടാണ് അവർ രാജധർമ്മം
നിർവഹിച്ചിരുന്നത്. അല്ലാതെ അവർക്ക് തോന്നുന്ന വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, അവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റുകയില്ല. ഇവിടെ പക്ഷെ എന്ത് സംഭവിച്ചു, അത്തരത്തിൽ വന്നിട്ട് ഒരു ഒരു കൂട്ടം കിങ്ലി ഓർഡർ, അതായത് രാജകീയ വർഗത്തിലുള്ള ആൾക്കാര് ഈ ഒരു കാര്യം ചെയ്തില്ല. എന്ത് ചെയ്തില്ല? ബ്രഹ്മദ്രുഹ. എന്ത് സംഭവിച്ചു? അവര് ബ്രാഹ്മണന്മാരെ അവരുടെ ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങളെ മാനിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ആ അധർമ്മികളായിട്ടുള്ള രാജകീയ വർഗത്തെ ഉന്മൂലനാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് അടുത്ത അവതാരമായിട്ട് വന്നത്? ഭാർഗവരാമൻ. അതായത് 16ാം അവതാരമായ ഭൃഗുപതി രാമൻ ആയിട്ട് ആര് വന്നിരിക്കുന്നു? ഭഗവാൻ വന്നിരിക്കുന്നു. എന്തിനാണ്? ക്ഷത്രിയ വർഗത്തെ, അങ്ങനെ അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയ വർഗത്തെ 21, ഒന്നും രണ്ടുമല്ല 21 പ്രാവശ്യം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നു, ക്ഷത്രിയർ അഥവാ അധികാരവർഗം ഭരണം നടത്തേണ്ടത് ധർമ്മശാസ്ത്രമനുസരിച്ച് ബ്രാഹ്മണർ നൽകുന്ന നിർദ്ദേശപ്രകാരമാകുന്നു. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് വേണം ഭരണാധിപന്മാർ ഭരണം നടത്തേണ്ടത്. എപ്പോൾ ക്ഷത്രിയരുടെ ഭാഗത്തു നിന്നും പണ്ഡിതരും വിവേകികളുമായ ബ്രാഹ്മണ കൽപ്പന ലംഘനം ഉണ്ടാകുന്നുവോ അപ്പോൾ ഭരണാധിപന്മാർ ബലമായി സിംഹാസന ഭ്രഷ്ടരാക്കപ്പെടും. മെച്ചപ്പെട്ട ഭരണത്തിന് സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഭൃഗുപതി രൂപ അല്ലെങ്കിൽ ഭാർഗവരാമനായിട്ട് ഭഗവാൻ അവതരിക്കുന്നതിന്റെ രഹസ്യം. ഇത് നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളിലും കാണും. അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 21. തഥാ സപ്തദശേ ജാത സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖാ ദൃഷ്ട്വാ പുംസോ അല്പമേധസാ. തഥാ സപ്തദശേ ജാതാ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖാ ദൃഷ്ട്വാ പുംസോ അല്പമേധസാ. തഥാ സപ്തദശേ ജാതാ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖാ ദൃഷ്ട്വാ പുംസോ അല്പമേധസാ. ഇവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? ലിറ്റററി ഇൻകാർണേഷൻ. എന്താണ് ലിറ്റററി ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ? ഭഗവാന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തിയാവേശ അവതാരമാണ് എന്ന് പറയും. ആരെയാണ് പറയുന്നത്? പരാശരാത്മജം, സത്യവതി മാതാവിന്റെ പുത്രൻ, പരാശര മഹർഷിയുടെ പുത്രൻ. ആരാണ്? വ്യാസദേവൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മഹാഭാരതത്തിൽ ആ വംശപരമ്പരയിൽ വർണ്ണിക്കുന്നതിന് സത്യവതി മാതാവിനെ കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് സത്യവതി മാതാവ് ഒരു മത്സ്യ കുടുംബത്തിൽ, മത്സ്യ എന്ന് പറയുന്ന വർഗത്തിലുള്ള കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. ആ കന്യകയുടെ ജോലി എന്ന് പറയുന്നത് ഈ എന്താണ്, കടത്ത് തോണിയിൽ വന്നിട്ട് ആൾക്കാരെ അക്കരെ ഇക്കരെ കടത്തുക എന്നുള്ളതായിരുന്നു ആ സത്യവതി മാതാവിൻ്റെ കർമ്മം. അപ്പോൾ ആ മത്സ്യദേശത്തെ രാജാവിൻ്റെ മകളാണ് അവർ. അത് മാത്രമല്ല വളരെ സുന്ദരിയായിട്ടുള്ള കന്യകയുമാണ്. അപ്പോൾ ഒരിക്കൽ ഈ പ്രകാരം സത്യവതി മാതാവ് ഈ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതായത് തോണി തുഴഞ്ഞ് ഈ യാത്രക്കാരെ അക്കരെ കടത്തുമ്പോൾ അവിടെ പരാശരമുനി വരികയുണ്ടായി. പരാശരമുനി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഭഗവാനെ വന്നിട്ട് എങ്ങനെയാണ് 6 ഷഡൈശ്വര്യ സമ്പൂർണനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന അതിൻ്റെ അതോറിറ്റി, പരാശരമുനിയുടെ അതോറിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഭഗവാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വന്നിട്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ അത്രയധികം ഓസ്റ്റെറിറ്റി അല്ലെങ്കിൽ തപശ്ചര്യയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ആര്? പരാശരമുനി. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ആരാണ് സത്യവതി എന്നും ആരാണ് പരാശരമുനി എന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഞാനീ പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ നേരെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പരാശരമുനി എന്ത് ചെയ്യുന്നു? ആ ഒരു തോണിയിൽ കയറുന്നു. തോണിയിൽ കയറുമ്പോൾ ആൾക്കാരെ എന്ത് പറയും എന്നറിയാമോ? പരാശരമുനി
തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കന്യകയുടെ രൂപത്തിൽ ആകൃഷ്ടയായിക്കൊണ്ട് അവളുമായി സംഗമിച്ചിട്ട് ഒരു പുത്രൻ ഉണ്ടാവുന്നു എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മളുടെ വികലമായിട്ടുള്ള ചിന്തകൾ വന്നിട്ട് അങ്ങനെ ആയിരിക്കാം. കാരണം നമ്മൾ എപ്പോഴും ഈ ഒരു ലസ്റ്റി ആയിട്ടുള്ള ചിന്തകളിൽ വ്യാപൃതരായിരിക്കും. കണ്ടീഷൻഡ് സോൾസ് ആണ്. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഒക്കെയാണ് നമ്മളുടെ നോർമൽ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ. അവർ നമ്മളുടെ കുഴപ്പമാണ്. നമ്മൾ എന്താണ് കണ്ടീഷൻഡ് സോൾ ആയതുകൊണ്ട്. പരാശരമുനി ആരാണെന്ന് നമ്മൾ പറഞ്ഞു, സത്യവതി മാതാവ് ആരാണെന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ എന്തുകൊണ്ടാണ് ഒരു പുത്രനെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു പ്രത്യേക സമയത്ത് സത്യവതി മാതാവിനെ എന്ത് ചെയ്യുന്നു? പരാശര മഹർഷി വന്നിട്ട് സത്യവതി മാതാവിനോട് പറയുന്നു, ഈ ഒരു പ്രത്യേക സമയം എന്ന് പറയുന്നത് വളരെ ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി ജനിക്കേണ്ട സമയമാണ്. അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അവതരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അങ്ങേക്ക് ആ അവതാര പുരുഷന്റെ മാതാവാകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സത്യവതി മാതാവ് പറയുന്നു, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഞാൻ കന്യകയാണ്. ഈ തരത്തിൽ എനിക്ക് എങ്ങനെയാ ഒരു പുത്രൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാവി എന്തായി തീരും എന്ന് സത്യവതി മാതാവ് എന്ത് ചെയ്യുന്നു? സംശയം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ പരാശര മഹർഷി പറയുന്നു, ഈ പുത്രൻ ദിവ്യനായിട്ടുള്ള ശിശുവായതുകൊണ്ട് തന്നെ സത്യവതി മാതാവിന്റെ കന്യകാത്വം എന്ന് പറയുന്നത് നശിപ്പിക്കപ്പെടുകയുമില്ല. അത് മാത്രമല്ല, ഈ മത്സ്യ കുടുംബത്തിൽ പിറന്നതുകൊണ്ടും അവരുടെ ആ ഒരു ജീവിത രീതി കൊണ്ടും സത്യവതി മാതാവിന്റെ ശരീരത്തിലെ ഗന്ധം എന്ന് പറയുന്നത് മത്സ്യത്തിന്റെ ഗന്ധം, മത്സ്യഗന്ധി എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗന്ധം വന്നിട്ട് ഇല്ലാതായി മാറി സുഗന്ധപൂരിതമായിട്ടുള്ള ശരീരമുള്ളവളായി മാറും എന്ന് ആര് പറയുന്നു? പരാശര മഹർഷി പറയുന്നു. കേൾക്കൂ നിങ്ങൾ, എന്താണ് പരാശര മഹർഷി പറയുന്നത്? ഈ ഒരു ഇൻകാർണേഷൻ അല്ലെങ്കിൽ ഈ ഒരു അവതാര പുരുഷന് മാതാവായി തീരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർഭം വന്നിട്ട്. അതിനുശേഷം പരാശര മഹർഷി വന്നിട്ട് സ്വന്തം ഒരു തപശ്ചര്യ കൊണ്ട്, തപശക്തികൾ കൊണ്ട് അവിടെ ഒരു ദ്വീപം ഉണ്ടാക്കുകയും ആ ദ്വീപത്തിൽ വെച്ച് സത്യവതി മാതാവ് വ്യാസദേവൻ വന്നിട്ട് സത്യവതി മാതാവിന്റെ പുത്രനായിട്ട് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്ന പേരിൽ അവതരിക്കുകയും ചെയ്തു. നമ്മൾ കേൾക്കുന്നില്ല പിന്നെ വ്യാസദേവൻ വന്നിട്ട് ചെറിയ കുട്ടിയായിരുന്നു, ശിശുവായിരുന്നു, പിന്നെ കൗമാരപ്രായത്തിലെത്തി, പിന്നെ 16 വയസ്സായി, പിന്നെ 20 വയസ്സായി. ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അത്ഭുത ശിശു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. സാധാരണ ഒരു ഗർഭധാരണമോ സാധാരണ ഒരു കാമത്തിൽ നിന്നുണ്ടാകുന്നതോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതെല്ലാം വിവരിക്കേണ്ടിയിരുന്നു. അപ്പോൾ തന്നെ എന്താണ് സത്യവതി മാതാവിനോട് വ്യാസദേവൻ വന്നിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ യുവാവായിട്ട് മാറുകയും സത്യവതി മാതാവിനോട് പറഞ്ഞു, അങ്ങ് എപ്പോൾ എന്നെ ചിന്തിക്കുന്നുവോ അപ്പോൾ ഞാൻ അങ്ങേക്ക് തിരികെ ദൃശ്യനാകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തിനു പോകുന്നു? തപശ്ചര്യയ്ക്ക് പോകുന്നു. ബാദരായണി, അതായത് ബദര വൃക്ഷങ്ങൾ നിറഞ്ഞ ആ ദ്വൈപായന അല്ലെങ്കിൽ ദ്വീപിൽ വന്നിട്ട് അദ്ദേഹം കഠിന തപശ്ചര്യ അനുഷ്ഠിക്കാൻ വേണ്ടി പോവുകയാണ് ആര്? വ്യാസദേവൻ. അപ്പോൾ വ്യാസദേവൻ എന്ന് പറയുന്ന പുത്രൻ ഇത്രയധികം പെർഫെക്റ്റ് ആണെങ്കിൽ, പരാശരമുനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ, ആ ഒരു ആക്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാമത്തിന്റെ പുറത്തുള്ള ഒരു ആക്ട് ആയിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പലരും നമ്മളുടെ മാനസിക വ്യാപാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുപാടുകളിൽ കൂടി നമ്മൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസസിനെ അനുസരിച്ചാണ്. പക്ഷെ ഇവിടെ പുരാണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആചാര്യന്മാർ പറയുന്നതിനനുസരിച്ച് നമ്മളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ പലതും ചിന്തിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ബൗദ്ധികമായിട്ടുള്ള നിലവാരം അനുസരിച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് അതിൻ്റെ അപ്പുറം ചിന്തിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഈ തത്വവിത്തുക്കളായിട്ടുള്ള ആചാര്യന്മാർ വന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്? യഥാർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഒഫൻസ് ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വൈദിക സാഹിത്യങ്ങൾ യഥാരൂപമായിട്ട് ബോണഫൈഡ് ആയിട്ടുള്ള ഒരു നിർവ്യാജനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യാസദേവന്റെ അവതാരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ്? തഥാ സപ്തദശേ ജാതഃ
ജനിച്ചു. സപ്തദശേ 17ാമത്തെ അവതാരം. സത്യവതി മാതാവിൽ നിന്ന് പരാശര മുനിയുടെ പുത്രനായി. എന്തിനാണ്? വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസോ അല്പമേധസ. അതായത് അല്പമേധസ നമ്മളെയാണ് പറയുന്നത്. അല്പമേധസ്സുകളായ സാമാന്യ ജനങ്ങളായ നമ്മൾ അല്പജ്ഞാനികളായതുകൊണ്ട് വ്യാസദേവൻ എന്ത് ചെയ്യുന്നു? ഈ കലിയുഗത്തിൽ വന്നിട്ട് പ്രായേണ അല്പായുഷ സഭ്യ കലൗ അസ്മിൻ യുഗേ ജനഃ മന്ദ സുമന്ദ മതയ മന്ദഭാഗ്യാഹ്യുഭദ്രുത. നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണ്, മിസ്ഗൈഡഡ് ആണ്, ലേസി ആണ്, പിന്നെ എന്താണ്, ഇതെല്ലാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിയുണ്ട് അല്ലേ? അല്ല, അല്പജ്ഞാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, അല്പമേധസായ ഈ പുംസ, അതായത് നമ്മളുടെ കാര്യമാണ് പറയുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ട് വേദതരോ ശാഖ ചക്രേ. എന്താണ്? വേദതരുവിൻ്റെ ശാഖ വേദങ്ങളെ വന്നിട്ട് ക്രോഡീകരിച്ചു. വ്യസ്യത്തെ ഇതി വ്യാസഃ എന്നാണ് പറയുന്നത്. വ്യാസ എന്നതിൻ്റെ അർത്ഥം വ്യാസം എന്ന് നമ്മൾ പറയില്ലേ? എന്താണ്? ഒരു വലിയ സർക്കിളിൻ്റെ നേരെ നടുക്ക് കൂടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് വ്യാസം എന്ന് പറയുന്നത്. വ്യസ്യത്തെ ഇതി വ്യാസഃ. അതായത് ഈ വൈദിക സാഹിത്യങ്ങളെ നമ്മൾക്ക് വേണ്ടിയിട്ട് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്റററി ഇൻകാർണേഷനായ ആരവതരിച്ചത്? വ്യാസദേവൻ അവതരിച്ചത്. അതൊരു സാമാന്യ വ്യക്തിയല്ല, ശക്തിയാവേശ അവതാരമാണ് ഭഗവാന്റെ. പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. അല്ലേ? വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ കേൾക്കും. പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. അദ്ദേഹത്തിന്റെ പുത്രനാണ് ആര്? ശുകദേവ ഗോസ്വാമി. നമ്മൾ നേരത്തെ കേട്ടു അല്ലേ? വ്യാസദേവനെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് വ്യാസദേവൻ വന്നത്? എങ്ങനെയാണ് വ്യാസദേവൻ വന്നത്? ആ ഒരു സന്ദർഭത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ഓക്കെ, അടുത്തത് 22ാമത്തെ ശ്ലോകം. നരദേവതം ആപന്നഃ സുരകാര്യ ചികീർഷയ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യഥഃ പരം. നരദേവതം ആപന്ന സുരകാര്യ ചികീർഷയ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യഥഃ പരം. നരദേവതം ആപന്ന സുരകാര്യ ചികീർഷയ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യഥഃ പരം. അടുത്തതാരാണ്? വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആളാണ്. ആരാണ്? 18ാമത്തെ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. നരദേവതം ആപന്ന. മനുഷ്യരുടെ കുലത്തിൽ വന്നിട്ട് മര്യാദാ പുരുഷോത്തമനായി അവതരിച്ചുകൊണ്ട് സുരകാര്യ ചികീർഷയ. എന്താണ്? ഈ രാവണൻ എന്ന് പറയുന്ന വളരെ വളരെ പ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധനായിട്ടുള്ള ആ ഒരു അസുര രാജാവിൻ്റെ, രാക്ഷസന്റെ ചെയ്തികൾ കൊണ്ട് വളരെ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരുന്ന, നിങ്ങളെല്ലാം കേട്ടില്ലേ രാമായണം? നമ്മൾ കഴിഞ്ഞ ഒരു 30 ദിവസങ്ങളായിട്ട് രാമായണ മാസത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്താണ് രാവണൻ ചെയ്തുകൊണ്ടിരുന്ന അട്രോസിറ്റീസ് എന്ന്. അട്രോസിറ്റീസ് എന്തൊക്കെയാണ്? പച്ചക്കറി എറിയാൻ വേണ്ടിയിട്ട് ദേവന്മാരെ എവിടെ വെച്ചിരിക്കുന്നു? ലങ്കയിൽ വന്നിരിക്കുന്നു, തടവിലാക്കിയിരിക്കുന്നു. ശനിദേവനെ, ഈ ഇന്ദ്രനെ, ചന്ദ്രനെ എല്ലാവരെയും തടവിലാക്കിയിരിക്കുന്നു. ദേവന്മാരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ടിട്ട് ബ്രഹ്മദേവൻ അവരെ മോചിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ആ ഒരു ദേവന്മാരുടെ സുരകാര്യ ചികീർഷയ, അവരെ വന്നിട്ട് അവരുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആരായിട്ട് വന്നു? ഭഗവാൻ ദശരഥ നന്ദനൻ, കോസല രാജകുമാരനായ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് വന്ന് ദേവന്മാരെ എന്താണ് സുരകാര്യ ചികീർഷയ. എന്താണ് അദ്ദേഹം ചെയ്തത്? സാധാരണ മനുഷ്യരുടെ കുലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായിട്ടാണ് വന്നിട്ട് പ്രവർത്തിച്ചത്. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തെ ഇവിടെ സൂത ഗോസ്വാമി എടുത്തു പറയുന്നു. കാരണം എന്താണ്? സമുദ്ര നിഗ്രഹാദീനി. സമുദ്രത്തെ എങ്ങനെയാണ് നിയന്ത്രണ വിധേയമാക്കുക സാധാരണ ഒരാള്? അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹം സാധാരണ മനുഷ്യകുലത്തിൽ ജനിച്ചുവെങ്കിലും അസാധാരണമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ഈശ്വരനാണ് എന്ന് എന്ത് ചെയ്തിരിക്കുന്നു? വ്യക്തമാക്കിയിരിക്കുന്നു.
ഓക്കെ, അതാണ് ഇവിടെ പറയാൻ കാരണം. എന്താണ് സമുദ്ര നിഗ്രഹാദീനി, എന്തൊക്കെ കാര്യങ്ങൾ പറയാമായിരുന്നു. ബാലിയെ വധിച്ചത് പറയാമായിരുന്നു, രാവണനെ വധിച്ചത് പറയാമായിരുന്നു, പിന്നെ എന്താണ് താടകയെ വധിച്ചത് പറയാമായിരുന്നു. ഇതൊക്കെ വന്നിട്ട് സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സമുദ്ര നിഗ്രഹാദീനി അത് സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുകയില്ല. അത് ആർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഭഗവാന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്താണ്? ചക്രേ വീര്യാണി അധ പരം, സൂപ്പർ ഹ്യൂമൻ പ്രോവസ്, വീര്യാണി അധ പരം. അങ്ങനെ ഇൻ ദ 18th ഇൻകാർണേഷൻ, 18ാം അവതാരത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി വന്ന് ദേവന്മാരെ പ്രീതിപ്പെടുത്താനായി ഭഗവാൻ മഹാസമുദ്രത്തെ നിയന്ത്രണ വിധേയമാക്കി. സേതു അല്ലെ, രാമസേതു, സാഗരം തരണം ചെയ്ത് നാസ്തികനായ രാവണനെ നിഗ്രഹിച്ച് അതിമാനുഷിക ശൗര്യം പ്രദർശിപ്പിച്ചു. അത് നോക്കൂ, സാധാരണ മനുഷ്യരുടെ കുലത്തിൽ ജനിച്ചുവെങ്കിലും അതിമാനുഷിക ശൗര്യം പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. സോ ഭഗവാന്റെ അവതാരങ്ങളൊന്നും സാധാരണക്കാരല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം. ഏകോനാവിംശേ വിംശതിമേ വൃഷ്ണീഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണോ ഇതി ഭൂവോ ഭഗവാൻ അഹരദ്ഭരം. एकोनविंशे विंशतिमे वृष्णीषु प्राप्य जन्मनिः रामकृष्णो इति भुवो भगवान् अहरद्भरम्. एकोनविंशे विंशतिमे वृष्णीषु प्राप्य जन्मनिः രാമകൃഷ്ണോ വിതി ഭൂവോ ഭഗവാൻ അഹരദ്ഭരം. എന്താണ് ഇവിടെ പറയുന്നത്? അടുത്തത് 23ാമത്തെ ശ്ലോകം. ഏകോനവിംശേ 19th 19ാമത്തെ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. വിംശതി 20ാമത്തെ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. വൃഷ്ണിഷു വൃഷ്ണികുലത്തിൽ, വൃഷ്ണിവംശ പ്രദീപ. ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശ പ്രദീപഃ ജയതു ജയതു മേഘശ്യാമള കോമളാംഗോ ജയതു ജയതു പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. കുലശേഖര ആൾവാർ പറയുന്നു അല്ലേ, എവിടെ? മുകുന്ദമാല സ്തോത്രത്തിൽ പറയുന്നു. എന്താണ് പറയുന്നത്? വൃഷ്ണിവംശ പ്രദീപഃ. വൃഷ്ണിവംശത്തിനെ പ്രദീപ്തമാക്കിക്കൊണ്ട് സ്വയം ഭഗവാൻ വന്നിട്ട് അവിടെ എന്തിരിക്കുന്നു? പ്രാപ്യ ജന്മനി, അവിടെ ജനിച്ചു. ആരായിട്ട്? രാമകൃഷ്ണോ ഇതി ഭൂവോ, രണ്ടുപേരായിട്ട് ജനിച്ചു. ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും വന്നിട്ട് എന്തിനാണ് ജനിച്ചത്? ഭുവോ അഹരത് ഭരം. ഭൂമിയുടെ ഭാരത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്. പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ അല്ലെ, അങ്ങനെയാണ് പറയുന്നത്. എന്തിനാണ്? ഭൂമിയുടെ ഭാരത്തെ വന്നിട്ട് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട്. 19ാമത്തെയും 20ാമത്തെയും അവതാരത്തിൽ ഭഗവാൻ ബലരാമനായും ശ്രീകൃഷ്ണനായും വൃഷ്ണിവംശത്തിൽ അല്ലെങ്കിൽ യദുകുലത്തിൽ ജാതനായി പ്രപഞ്ചഭാരം ദൂരീകരിച്ചു. ഇവിടെ ആരെക്കുറിച്ച് പറയുന്നു? ഭഗവാനെ കുറിച്ച് പറയുന്നു. ഇനി നമ്മൾ വിചാരിക്കും, അപ്പോൾ ഈ അവതാരങ്ങളോട് എല്ലാം വന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നതിനിടയ്ക്കാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബലരാമന്റെയും കാര്യം പറഞ്ഞത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് ഒരു 3-4 ശ്ലോകങ്ങൾ കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൺക്ലൂസീവായിട്ടുള്ള ഏറ്റവും നിശ്ചിതമായിട്ടുള്ള ഒരു അഭിപ്രായം ആര് പറയും? സൂത ഗോസ്വാമി പറയും. നമുക്ക് അവിടെ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ വന്നിട്ട് ബലരാമനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയാണ്? വൃഷ്ണികുലത്തിൽ വന്നിട്ട് അവർ രണ്ടുപേരും ജനിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ഉള്ള ശ്ലോകങ്ങളിൽ ഈ രാമകൃഷ്ണന്മാർ ആരാണ് എന്ന് സൂത ഗോസ്വാമി ഇത്തിരിയും കൂടെ കാര്യമായിട്ട് വിവരിക്കും. തഥാ കലൗ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ അഞ്ജനാസുതഃ കീകടേഷു ഭവിഷ്യതി. തഥാ കലൗ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ അഞ്ജനാസുതഃ
कीकटेषु भविष्यति तथा कलौ सम्प्रवृत्ते सम्मोहाय सुरद्विषां बुद्धो नाम्ना अञ्जनासुतः കീകടേഷു ഭവിഷ്യതി. എന്താണ് ഇത്? ഭവിഷ്യതിയാണ്. എന്താണ് ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ? എന്താണ്? സംഭവിക്കും. ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഭാവി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ടെൻസ് ആണ്. അതായത് ഇനി സംഭവിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ സൂതഗോസ്വാമി എവിടെ ആ നൈമിഷാരണ്യത്തിലെ ഋഷിമാരോട് പറയുമ്പോൾ കലിയുഗത്തിൽ ബുദ്ധ, അതായത് എന്താണ്? ബുദ്ധോ അഞ്ജനാ സുതഃ തഥാ കലൗ സംപ്രവൃത്തെ. കലിയുഗം അതിന്റെ പൂർണ്ണമായിട്ട് ഇതെവിടെയാണ് നടക്കുന്നത്? കലിയുഗത്തിന്റെ ആദ്യത്തെ പാദത്തിലാണ്. ആര്? ഈ നൈമിഷാരണ്യത്തിലെ ഋഷിമാർ വന്നിട്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗത്തിന് വേണ്ടിയിട്ട്, ആ ഒരു യുഗസന്ധ്യ എന്ന് പറയും. അതായത് ദ്വാപരയുഗം തീർന്നു, കലിയുഗം തുടങ്ങി. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തു നിന്നും തൻ്റെ ആധ്യാത്മിക ലോകമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി. പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ട് ഈ ശുകദേവ ഗോസ്വാമിയിൽ നിന്നും പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം ശ്രവിച്ചു. ആ ഒരു സദസ്സിലുണ്ടായിരുന്ന സൂത ഗോസ്വാമി എന്ത് ചെയ്യുന്നു? നൈമിഷാരണ്യത്തിലെ ഋഷിമാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചിട്ടില്ല? കലിയുഗത്തിന്റെ ആ ഒരു പ്രഭാവം പൂർണ്ണമായിട്ടും വന്ന് ആൾക്കാര് എന്ത് ചെയ്തിരുന്നില്ല? ആ ഹിംസ എന്ന് പറയുന്നത് വൈദിക ശാസ്ത്രങ്ങളിൽ വന്നിട്ട് ബലി അല്ലെങ്കിൽ മൃഗബലി ഇതൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നാസ്തികരായിട്ടുള്ള ആൾക്കാര് അതിനെ വന്നിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ വന്നിട്ട് ഒരുപാട് ആനിമൽസിനെ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു. ഇത് സംഭവിക്കും. അതായത് നൈമിഷാരണ്യത്തിലെ ഋഷിമാരോട് സംസാരിക്കുമ്പോൾ ഇത് നടന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഭവിഷ്യതി എന്ന് പറയുന്നത്. ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്, സംഭവിക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, അപ്പോൾ സൂത ഗോസ്വാമി വളരെ അല്ലെങ്കിൽ ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് ഇങ്ങനെ സംഭവിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സമ്മോഹായ സുരദ്വിഷാം, അസൂയാലുക്കളായ ആൾക്കാരെ, സുരദ്വിഷാം എന്ന് പറഞ്ഞാൽ നാസ്തികർ ആസ്തികരോട് ദ്വിഷ അല്ലെങ്കിൽ അസൂയാലുക്കളായ അല്ലെങ്കിൽ നാസ്തികർ. സുരദ്വിഷ, സുര എന്ന് പറഞ്ഞാൽ ആരാണ്? ദേവന്മാർ അല്ലെങ്കിൽ ആസ്തികർ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രാമാണിത്വത്തിൽ വിശ്വസിക്കുന്നവർ. ദ്വിഷ അല്ലെങ്കിൽ ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അസൂയാലുവാകുക അല്ലെങ്കിൽ അവർക്ക് എതിരായി പ്രവർത്തിക്കുക. അപ്പൊ സുരദ്വിഷാം എന്ന് പറഞ്ഞാൽ ആസ്തികരായിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള വ്യക്തികൾക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യുക? അവരെ എന്തു പറയും? ആരാണത്? നാസ്തികർ അല്ലേ? അപ്പോൾ നാസ്തികരെ സമ്മോഹായ, വ്യാമോഹിപ്പിക്കുക. തൻ്റെ ആ ഒരു സിദ്ധാന്തം കൊണ്ട് ഈ നാസ്തികരെ മോഹിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? ബുദ്ധ. ആരാണ്? ബുദ്ധ. ആരാണത്? ബുദ്ധോ നാംന, ബുദ്ധൻ എന്ന പേരിൽ അഞ്ജനസുത, അഞ്ജന എന്ന് പറയുന്ന മാതാവിൻ്റെ പുത്രനായിട്ട് കീകടേഷു. നോക്കൂ, എവിടെയാണ്? ഗയ എന്ന പ്രവിശ്യയിലാണ്. ബീഹാറിലെ ഗയ എന്ന ബുദ്ധ ഗയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ ഭവിഷ്യത്തി സംഭവിക്കുമെന്ന് ആര് പറയുന്നു? സൂത ഗോസ്വാമി പറയുന്നു. അപ്പോൾ എന്തിനാണ് ബുദ്ധ വന്നത്? നാസ്തികരായിട്ടുള്ള ആൾക്കാരെ വന്നിട്ട് തൻ്റെ സിദ്ധാന്തം കൊണ്ട് മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ നമുക്ക് വഴിയെ പറയാം. ബുദ്ധനെ കുറിച്ച് വിവരിക്കുന്ന അവസരത്തിൽ പറയാം. ഓക്കെ, 25ാമത്തെ ശ്ലോകം. അഥാസൗ യുഗസന്ധ്യായാം ദസ്യു പ്രായേഷു രാജസുഃ ജനിത വിഷ്ണു യശസോ നാംനാ കൽക്കീർജഗത്പതിഃ. അഥാസു യുഗസന്ധ്യായാം ദസ്യു പ്രായേഷു രാജസുഃ ജനിത വിഷ്ണു യശസോ നാംനാ കൽക്കീർജഗത്പതി. അഥാസൗ യുഗസന്ധ്യായാം ദസ്യു പ്രായേഷു രാജസു ജനിത വിഷ്ണു യശസോ നാംനാ കൽക്കീർജഗത്പതി. ഇവിടെയും എന്താണ്? അഥാസു യുഗസന്ധ്യായാം ദസ്യു പ്രായേഷു രാജസു. യുഗസന്ധ്യ എന്താണ്? യുഗസന്ധ്യ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ഒരു യുഗം, ഇനി ഒരു യുഗം,
അത് രണ്ടും തമ്മിലുള്ള ആ ഒരു ജംഗ്ഷനാണ് യുഗസന്ധ്യ എന്ന് പറയുന്നത്. യുഗസന്ധ്യ എന്ന് പറയുന്നത് സത്യയുഗവും ത്രേതായുഗവും തമ്മിലുള്ള ജംഗ്ഷനാകാം, ത്രേതായുഗവും ദ്വാപരയുഗവും തമ്മിലുള്ള ജംഗ്ഷനാകാം, ദ്വാപരയുഗവും കലിയുഗവും തമ്മിലുള്ള ജംഗ്ഷനാകാം, കലിയുഗവും അടുത്ത സത്യയുഗവും തമ്മിലുള്ള ജംഗ്ഷനാകാം. അപ്പോൾ ഇവിടെ യുഗസന്ധ്യ എന്ന് പറയുന്നത് അടുത്ത സത്യയുഗവും കലിയുഗവും തമ്മിലുള്ള, അതായത് കലിയുഗത്തിന്റെ അവസാനം എന്നാണ് അർത്ഥമാക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കും? അഥാസൗ ദേർ ആഫ്റ്റർ അസൗ സെയിം ലോഡ്, അതേ ഭഗവാൻ യുഗസന്ധ്യായാം യുഗസന്നിധിയിൽ അല്ലെങ്കിൽ യുഗസംയോജന സ്ഥാനത്ത് ദസ്യുപ്രായേഷു, എന്താണ്, ഏകദേശം എല്ലാ രാജാക്കന്മാരും കൊള്ളക്കാരായിട്ട് മാറും. യുധിഷ്ഠിര മഹാരാജാവ് കലികാലത്തെക്കുറിച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ട്, വേലി തന്നെ വിളവ് തിന്നുമെന്ന്. അപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് വളരെ അനുഭവമുള്ളതാണ് വേലി തന്നെ വിളവ് തിന്നുന്നത്. ആരാണ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, രാജാവ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഭരണാധികാരികളും ആകാം. എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ്, യഥാർത്ഥത്തിൽ നമ്മളുടെ കയ്യിൽ നിന്നും പിരിക്കുന്ന കരം കൊണ്ട് ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ രാജാക്കന്മാർ ചെയ്യേണ്ടതായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ചെയ്യേണ്ടതായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അഴിമതിയും കാപട്യവും കള്ളത്തരവും ഒക്കെ ചെയ്ത് വന്നിട്ട് നമ്മളുടെ വേലി ആയി മാറേണ്ട ആ ഒരു ജനപ്രതിനിധികൾ തന്നെ വിളവ് തിന്നുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് പറയുന്നത് ദസ്യു പ്രായേഷു രാജസു. ദസ്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളന്മാരെന്നാണ് അർത്ഥം. ഈ രാജസു, അതായത് രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികളെല്ലാം എന്തായി മാറും? ദസ്യു പ്രായേഷു. അവരും പിന്നെ കള്ളന്മാരും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലാണ്ടായി മാറും. അപ്പൊ എന്ത് സംഭവിക്കും? ജനിക്കും ആര്? വിഷ്ണു യശസ്സു. വിഷ്ണു യശഃ എന്ന് പറയുന്ന കുടുംബനാമമുള്ള എന്താണ് അദ്ദേഹം ജനിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ കുടുംബനാമവും പറയുന്നു. വിഷ്ണു യശസ നാംന കൽക്കി എന്ന് പറയുന്ന അവതാരം, ജഗത്പതിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് കൽക്കിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? യുഗസന്ധ്യായാം എന്ന് പറയുന്നു. യുഗസന്ധ്യ എന്ന് പറയുന്നത് ഈ യുഗത്തിന്റെ അവസാനത്തിൽ, അത് ആ ലാസ്റ്റ് അവതാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അനന്തരം ഇരുയുഗങ്ങളുടെയും സംയോജന കാലഘട്ടത്തിൽ സൃഷ്ടികർത്താവായ ഭഗവാൻ വിഷ്ണു യശന്റെ പുത്രനായി കൽക്കി ഭഗവാൻ എന്ന പേരിൽ അവതരിക്കും. ആ സമയത്ത് ഭൂമിയിലെ ഭരണകർത്താക്കൾ കൊള്ളക്കാരായി അധപതിച്ചിരിക്കും. ഇപ്പോഴുള്ള കൊള്ളക്കാർ ഇങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന കൊള്ളക്കാർ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയില്ല. ആ സമയത്ത് പ്രഭുപാദിന്റെ ഒരു ലീലാമൃതയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ അറ്റ് ദ എൻഡ് ഓഫ് കലിയുഗ എന്ന് ആരോ ഒരാൾ ചോദിക്കുമ്പോൾ പ്രഭുപാദ് പറയും, മാൻ വിൽ ഈറ്റ് അനദർ മാൻ, അതായത് മനുഷ്യനെ കൊല്ലും. അപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എന്താണ്, ഇഫ് യു ആർ ദെയർ യു വിൽ വാച്ച് ദി, എന്താണ്, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ തമാശ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയും. ലാഘവത്തോടെയാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് ഓരോരോ വർഷങ്ങൾ കഴിയും തോറും ജനങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വഭാവത്തിലും പുതിയ തലമുറയുടെ സ്വഭാവത്തിലും ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ശരിയാകാൻ പോകുന്ന ഒരു കാര്യമല്ല, ഇത് വന്നിട്ട് ഇങ്ങനെ അധപ്പതിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാലമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു വാർദ്ധക്യാവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഈ ഒരു ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ആര് പ്രവചിച്ചിരിക്കുന്നു? ഇവിടെ സൂത ഗോസ്വാമിയെ പോലുള്ള മഹർഷിമാർ അത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ അതൊക്കെ പ്രവചിച്ചിരിക്കുന്നു. ഓക്കെ, 25-ാമത്തെ ശ്ലോകം. നമുക്ക് 26-ാമത്തെ ശ്ലോകം വളരെ ഇത്രയും ഈ 25-ാമത്തെ ശ്ലോകം വരെ വന്നിട്ട് ഭഗവാന്റെ വിവിധ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ ഏതൊക്കെ അവതാരങ്ങളെ കുറിച്ച് കേട്ടു ഇതുവരെ? നമ്മൾ ആദ്യം സനത് കുമാരന്മാരെ കുറിച്ച് കേട്ടു, വരാഹമൂർത്തിയെ കുറിച്ച് കേട്ടു, പിന്നെ നരനാരായണ ഋഷിമാരെ കുറിച്ച് കേട്ടു, നാരദ മഹർഷിയെ കുറിച്ച് കേട്ടു, ദത്താത്രേയ, കപില, യജ്ഞ, ഋഷഭദേവ, പിന്നെ പൃഥു മഹാരാജ്,
മത്സ്യാവതാരം, കൂർമ്മ അവതാരം, മോഹിനി മൂർത്തി, ധന്വന്തരി മൂർത്തി, നരസിംഹമൂർത്തി, പിന്നെ വാമനദേവ, പരശുരാമ, വ്യാസദേവ, ബുദ്ധ, കൽക്കി, ഇത്രയും അവതാരങ്ങളെക്കുറിച്ച് ഏകദേശം 21ഓളം അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഈ അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ശ്ലോകമാണ്. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ശ്ലോകം, 28ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും പ്രത്യേകതയുള്ള ശ്ലോകമാണ്. അപ്പോൾ ഈ ശ്ലോകങ്ങൾ വന്നിട്ട് നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 9 മണിയായി. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേട്ടുകൊണ്ടിരുന്ന എല്ലാ ഭക്തന്മാർക്കും വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ.